ഹായ് എവരിവൺ, ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇംഗ്ലീഷിന് പച്ചവെള്ളം പോലെ ഗ്രാമറൊക്കെ അരച്ച് കലക്കി കുടിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസസ് എന്ന് കേട്ടിട്ട് വളരെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കുട്ടികൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷിലെ ഗ്രാമർ പാട്ടാണ് ടെൻസസ് എന്ന് പറയുമ്പോൾ കാലം. ഞാനവിടെ പോയി, ഞാനവിടെ പോകും, ഞാനവിടെ പോകാറുണ്ട് എന്നൊക്കെയുള്ളൊരു വ്യത്യാസമില്ലേ? ആ വ്യത്യാസങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രാമർ പാട്ടാണ് ടെൻസസ്. കാലം, ഇന്ന്, നാളെ, ഇന്നലെ എന്നൊക്കെയുള്ള കാലങ്ങളുമായി ബന്ധപ്പെട്ട ടെൻസസ് പാർട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ആർക്കും ബേസിക് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ടെൻസസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഡേ 1 വേർബിൻ്റെയും നൗണിൻ്റെയും ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കാണുക. വേർബിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ടെൻസസിനെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഡേ 2 ക്ലാസ്സാണിത്. ഡേ 1 ക്ലാസ്സുകൾ കാണാത്തവർ നിർബന്ധമായും അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ടെൻസസിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ എവറിഡേ ആക്ടിവിറ്റീനെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഞാൻ അവിടെ പോകാറുണ്ട്, ഞാൻ ചായ കുടിക്കാറുണ്ട്, ഞാൻ കോഫി കുടിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു ആറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ? ഞാനവിടെ പോകാറുണ്ട്, ഞാൻ ദിവസവും കുളിക്കാറുണ്ട്, ഞാൻ ദിവസവും കളിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പതിവായിട്ട് കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, നാളെ ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, ഇന്ന് ചെയ്യും എന്ന് പറയുന്നതല്ല, നാളെ ചെയ്യും എന്ന് പറയുന്നതല്ല. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എവറിഡേ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിനെ എങ്ങനെ പറയും അത് പഠിപ്പിച്ചു തരുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഒന്നാമത്തത് എവറിഡേ ആക്ടിവിറ്റി. നമ്മൾ ചെയ്യാറുണ്ട്, പോകാറുണ്ട്, കുളിക്കാറുണ്ട്, കളിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്നൊക്കെ പതിവായി ചെയ്യുന്ന, എല്ലാ ദിവസവും ചെയ്യുന്ന. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, ഞാൻ 9 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് എവറിഡേ. ഒന്നാമത്തത് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ഫാക്റ്റ്. അവൻ നന്നായി പാടും, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവനെ വെറുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഫാക്റ്റാണ് അവിടെ പറയുന്നത്, ഒരു സത്യമാണ്. അവൻ നന്നായി കളിക്കും, അവൻ നന്നായിട്ട് കളിക്കാറുണ്ട്, അവൻ നന്നായിട്ട് കളിക്കും, അവൻ നന്നായിട്ട് പാടും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാക്റ്റ്, ഒരു സത്യം. ഫാക്റ്റ് മീൻസ് സത്യം, ഒരു സത്യസന്ധമായ ഒരു കാര്യം അവൻ പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ ടെൻസസ് മനസ്സിലാക്കണമെങ്കിൽ, ടെൻസസ് മാത്രമല്ല ഇംഗ്ലീഷ് മനസ്സിലാക്കണമെങ്കിൽ ചില പ്രോനൗൺസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ്, കാണിച്ചു തരാം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ, യു എന്ന് പറഞ്ഞാൽ നീ, ദേ എന്ന് പറഞ്ഞാൽ അവർ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആൾക്കാർ. നമ്മൾ കുട്ടികൾ, കുട്ടി ഒരാൾ, സിംഗുലർ. കുട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ, അത് സിംഗുലർ ആണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്ലൂരലായി. കുട്ടികൾ, ഒരുപാട് പേർ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ രണ്ട് പേർ, സുമേഷും രമേശും. സുമേഷ് മാത്രമാണെങ്കിൽ സിംഗുലർ എന്നാണ് പറയുക. ഞാൻ ഒരാളല്ല, സിംഗിൾ, ഒരാൾ എന്ന് പറയും. സുമേഷും രമേശും കൂടിയാകുമ്പോൾ പ്ലൂരലായി, സുമേഷും രമേശും. അപ്പോൾ പ്ലൂരൽ, രണ്ടോ അതിലധികമോ ആൾക്കാർ, ഒരുപാട് പേരെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പ്ലൂരൽ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അടുത്തത് ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമ്പോഴാണ് ഇറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഇത് വസ്തുക്കൾക്ക്, ഇതോ അതോ അത് എന്ന് പറയാം. പിന്നെ സിംഗുലർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരാൾ മാത്രം, ഒരു പേര്. ഇപ്പോൾ രമേശ് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ സിംഗുലർ, അതിനെക്കുറിച്ച് പറയുന്നതാണ് സിംഗുലർ, ഒരാൾ. ഇനി ഞാനൊരു മൂവി കാണാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കാണുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? വാച്ച്. അപ്പോൾ ഇംഗ്ലീഷ് വേർഡ് വരിക ഐ വാച്ച് മൂവി എവറിഡേ. ഇതിൻ്റെ അർത്ഥം ഞാൻ രാത്രി നമ്മൾ ഐ ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ ഐ വാച്ച് മൂവി അറ്റ് നൈറ്റ്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന, എല്ലാ രാത്രിയും ഞാൻ മൂവി കാണാറുണ്ട്, ഞാൻ സിനിമ എല്ലാ ദിവസവും രാത്രി കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ വാച്ച് മൂവി എവറിഡേ. ഐ വാച്ച് മൂവി എവറിഡേ അല്ലെങ്കിൽ അറ്റ് നൈറ്റ്. ഐ വാച്ച് മൂവി അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിൽ
മൂവി കാണാറുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി വി വരുമ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ എന്താണ് വേർബ്, ആ വേർബ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. വി വാച്ച് മൂവി അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ രാത്രിയിൽ നമ്മൾ മൂവി കാണാറുണ്ട്. വി വാച്ച് മൂവി അറ്റ് നൈറ്റ്, നമ്മൾ എല്ലാ ദിവസവും രാത്രി അറ്റ് നൈറ്റ് മൂവി കാണാറുണ്ട്. ഇനി യു എന്ന് പറയുമ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങൾ മൂവി എല്ലാ ദിവസവും രാത്രിയിൽ കാണാറുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. യു വാച്ച് മൂവി അറ്റ് നൈറ്റ്. ദേ എന്ന് പറഞ്ഞാൽ അവർ. ദേ വാച്ച് മൂവി അറ്റ് നൈറ്റ്. അവർ എല്ലാ ദിവസവും രാത്രി മൂവി കാണാറുണ്ട്. ഇനി പ്ലൂറൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദാഹരണം ചിൽഡ്രൻ എടുക്കാം. കുട്ടികൾ, ചിൽഡ്രൻ വാച്ച് മൂവി അറ്റ് നൈറ്റ്. എല്ലാ ദിവസവും കുട്ടികൾ രാത്രിയിൽ മൂവി കാണാറുണ്ട്, സിനിമ കാണാറുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. യാതൊരു മാറ്റവുമില്ല. എന്താണ് വേർബ്, ആ വേർബ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഐ, വി, യു, ദേ, പ്ലൂറൽ ഇത് മാത്രം. ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, യു നിങ്ങൾ എന്നൊരു കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ, ദേ അവർ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ, പ്ലൂറൽ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സിമ്പിൾ പ്രസൻറ്റ് കാണാറുണ്ട്, അവർ ചെയ്യാറുണ്ട്, എവരിഡേ ആക്ടിവിറ്റി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം യാതൊരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ലവ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ ലവ് റീഡിങ്. വായിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതൊരു സത്യമാണ്. അത് പതിവായി ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതൊരു ഫാക്റ്റാണ്, അതൊരു സത്യമാണ്. പിന്നെ ഞങ്ങൾക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. വി ലവ് റീഡിങ്. യു ലവ് റീഡിങ്. നിങ്ങൾക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. യു ലവ് റീഡിങ്. ദേ അവർക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ദേ ലവ് റീഡിങ്. ഇനി പ്ലൂറൽ സ്റ്റുഡൻസ് ലവ് റീഡിങ്. അപ്പോൾ എന്താണോ വേർബ്, ആ വേർബിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഐ എന്ന് പറയുമ്പോഴോ, വി എന്ന് പറയുമ്പോഴോ, യു എന്ന് പറയുമ്പോഴോ, ദേ എന്ന് പറയുമ്പോഴോ, പ്ലൂറൽ എന്ന് പറയുമ്പോഴോ നമുക്ക് വേർബിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉദാഹരണങ്ങളോട് പഠിക്കും. നമുക്കിനി ഹി, ഷീ, ഇറ്റ്, അത് അവൻ, അവൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഹി, ഷീ, ഇറ്റ് സിംഗുലർ. അവൻ എന്തെങ്കിലും ചെയ്യാറുണ്ട്, അവൻ എന്തെങ്കിലും കാണാറുണ്ട്, അവൻ ചെയ്യാറുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു മാറ്റം വേർബിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു എസ് കടന്നു വരും, ഒരു എസ് അധികമായിട്ട് വരും. അപ്പോൾ ഹി ഗിവ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഹി ഗിവ്സ് എന്നേ പറയാൻ കഴിയും. ഹി ലവ് എന്ന് പറയാൻ കഴിയില്ല. ഹി ലവ്സ് എന്നേ പറയൂ. ഷീ ലവ്സ്. ഹി ടേക്ക് എന്ന് പറയാൻ കഴിയില്ല. ടേക്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. വായിക്കുന്നത് വളരെ ഇഷ്ടമാണ് എന്നെങ്ങനെ പറയും? ഹി ലവ് റീഡിങ് എന്നല്ല, ഹി ലവ്സ്. ഒരു എസ് അധികമായിട്ട് വരും. ഹി ലവ്സ് റീഡിങ്. ഷീ ലവ്സ് റീഡിങ്. അവൾക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഇറ്റ് ലവ്സ് റീഡിങ്. ഇറ്റ് മീൻസ് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും ആനിമൽസിന് വേണ്ടിയിട്ടും ആണ് പറയുന്നത്. ഇറ്റിന് വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മളൊരു നായയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ഞാനൊരു പൂച്ചനെ കുറിച്ചിട്ട് പറയാം. ഒരു പൂച്ച ഇവിടെ ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. ഒരു പൂച്ചനെ കുറിച്ചിട്ട് പറയാം. ഇതിന് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ മധുരം വളരെ ഇഷ്ടമാണ്. ഇറ്റ് ലവ്സ് ചോക്ലേറ്റ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? ഞാൻ ഈ മൃഗത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ഈ ഒരു ആനിമലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറ്റ് ലവ്സ് ചോക്ലേറ്റ്സ്. ഇനി സിംഗുലർ ആണെങ്കിൽ നമുക്ക് ആരെ കുറിച്ചിട്ട് പറയാം? ഏതൊരു പേര്, രാമുവിന്
ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? രാമു ലവ്സ് ചോക്ലേറ്റ്. രാമുവിന് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. രാമു ലവ്സ് ചോക്ലേറ്റ്. ഇനി രാമുവിന്റെ സ്ഥാനത്ത് രാമുവും സോമുവും ഉണ്ടെങ്കിലോ? രാമു ആൻഡ് സോമു ലവ്സ് എന്ന് പറയില്ല, ഈ എസ് അപ്പോൾ കട്ടാവും. രാമു ആൻഡ് സോമു ലവ് ചോക്ലേറ്റ്സ്. അപ്പോൾ കാരണം എന്താണ്? രാമു ആൻഡ് സോമു പ്ലൂരൽ ആണ്, രണ്ടുപേരുണ്ട്. പക്ഷെ രാമു മാത്രമാണെങ്കിൽ രാമു ലവ്സ് ചോക്ലേറ്റ്സ്. രാമു ലവ്സ് ചോക്ലേറ്റ്സ്. ഓക്കെ, നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഞാൻ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഗോ ടു സ്കൂൾ എവറിഡേ. അല്ല, എവറിഡേ മീൻസ് എല്ലാ ദിവസവും സ്കൂൾ. ഇത് ആ വേർബിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇടുന്നതാണ്. അത് യാതൊരു വിധത്തിലും മാറ്റവുമില്ല. അതാണ് ഐ ഗോ ടു സ്കൂൾ. ഇവിടെ അവൻ എന്നാണെങ്കിൽ ഇവിടെ ഞാൻ എന്നായത് കൊണ്ടാണ് ഗോ വന്നത്. അവൻ എന്നാണെങ്കിൽ ഗോസ് എന്ന് പറയും. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഗോസ് എന്നാണ് പറയാം. ഐ ഗോ ടു സ്കൂൾ എവറിഡേ. ഇനി ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ്സ് എന്ന് പറയില്ല, ഐ ലവ് ഹിം. ഹിം മീൻസ് അവനെ എന്നുള്ള അർത്ഥമാണ് വരാ, ഹിം. ഇനി ഞാൻ മാങ്ങ കഴിക്കാറുണ്ട്. ഞാൻ മാങ്ങ എല്ലാ ദിവസവും കഴിക്കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഈറ്റ് മാംഗോ. ഐ ഈറ്റ് മാംഗോ എവറിഡേ. ഇവിടെ ഈറ്റ് എസ് വരില്ല. കാരണം എന്താണ്? ഇവിടെ ഐ ആയതുകൊണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയും? വി പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. വി പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്. വി പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ഇനി ഇവിടെ യു എന്നാക്കാം. നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് എന്നാക്കാം. സ്റ്റുഡൻസ് പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. എല്ലാ ദിവസവും ആ സ്കൂൾ കുട്ടികൾ സ്റ്റുഡൻസ് പ്ലേ ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം ആ കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി നമ്മളിവിടെ ഒരാളുടെ പേര് പറയുന്നു, രാമു പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ് എന്നല്ല, രാമു പ്ലേസ്. എസ് വരും, ഇവിടെ ഒരു എസ് വരും. രാമു പ്ലേസ് ഫുട്ബോൾ. കാരണം ഇത് സിംഗുലർ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിംഗുലർ ആൻഡ് പ്ലൂരൽ. രാമു പ്ലേസ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. രാമു എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കാറുണ്ട്. രാമു പ്ലേസ് ഫുട്ബോൾ എന്നാണ് രാമു. ഇനി രാമു ആൻഡ് സോമു ആണെങ്കിലോ? രാമു ആൻഡ് സോമു ഇവിടെ എസ് പോകും. കാരണം എന്താണ്? ഇവിടെ പ്ലൂരൽ ആണ്. രാമു ആൻഡ് സോമു പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. അവൻ ചായ കുടിക്കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൻ ചായ കുടിക്കാറുണ്ട്. അവൻ എന്ന് പറയുമ്പോൾ ഹി ഡ്രിങ്ക് ടീ ഇൻ ദി മോർണിംഗ് എന്നത് തെറ്റാണ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയുമ്പോൾ ഹി വരുമ്പോൾ എസ് വരും. ഹി ഡ്രിങ്ക്സ് ടീ ഇൻ ദി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവൻ ചായ കുടിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ അവൻ ചായ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഹി വരുമ്പോൾ ഹി ഡ്രിങ്ക്സ് എന്നാണ് പറയുക. ഇനി ഇവിടെ ഷീ ആണെങ്കിൽ അവൾ, ഇവിടെ അവൻ എന്നാണ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഇവിടെ ഷീ അവൾ എന്നാണെങ്കിൽ ഷീ അവൾ ഡ്രിങ്ക്സ് ടീ. ഇവിടെ എസ് വരും. ഹി വരുമ്പോഴും ഷീ വരുമ്പോഴും എസ് വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് വരുമ്പോൾ ഇത് ചോക്ലേറ്റ്. ഇത് ഞാനൊരു നായെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഡ്രിങ്ക് എന്ന് പറയില്ല, ഇറ്റ് ഡ്രിങ്ക്സ്. ഇത് ഒരു എൻ്റെ വീട്ടിലെ നായ ഒരു ചായ കുടിക്കാറുണ്ട്. രാവിലെ എപ്പോഴും ചായ കുടിക്കാറുണ്ട്. ഇറ്റ് ഡ്രിങ്ക്സ് ടീ ഇൻ ദി മോർണിംഗ്. ഇത് ഈ നായ എപ്പോഴും രാവിലെ ചായ കുടിക്കാറുണ്ട്. ഇറ്റ് ഡ്രിങ്ക്സ് ടീ ഇൻ ദി മോർണിംഗ്. ഇനി ഇവിടെ സിംഗുലർ ഒരു പേര്
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സോമു എന്നാണെങ്കിലും ഇവിടെ ഡ്രിങ്ക്സ് എന്നാണ് പറയുക. സോമു ഡ്രിങ്ക്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ വരുമ്പോഴും യു വരുമ്പോഴും വി വരുമ്പോഴും ദേ വരുമ്പോഴും പ്ലൂറൽ വരുമ്പോഴും നമ്മൾ വേർബിനെ എന്താണോ വേർബ് ഈറ്റ് ഡ്രിങ്ക് ടേക്ക് എന്താണോ വേർബ് ആ വേർബിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഇട്ടാൽ മതി. എസ് അതിൻ്റെ കൂടെ എസ് വരില്ല. എന്നാൽ ഹി ഷീ ഇറ്റ് സിംഗുലർ ഇതാണെങ്കിൽ ഇവിടെ എസ് വരും. വേർബിനെ അങ്ങനെ തന്നെ ഇവിടെ വേർബിനെ അങ്ങനെ തന്നെ ഇടുന്നതിൻ്റെ കൂടെ എസ്സും കൂടി ഇവിടെ വരും. ഇവിടെ ഇത് ഹി ഷീ ഇറ്റ് വരും. ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഇവിടെ എസ് ഉണ്ടാകും. ഐ യു വി ദേ പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ എസ് ഉണ്ടാകില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അവൻ കുടിക്കാറുണ്ടോ, അവൻ ചോദിക്കാറുണ്ടോ എന്ന് ഇപ്പോഴും നമുക്ക് ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത് റിപ്പീറ്റ് ആയിട്ട് ഒന്ന് എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് കൂടുതൽ വേർബ് ഉപയോഗിച്ചിട്ട് ഇത് കൂടുതലായിട്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതുക, എന്നിട്ട് എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് കാലം ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ടെൻസസ്. അതുകൊണ്ട് ഇത് ബാക്ക് ബോൺ ഓഫ് ഇംഗ്ലീഷിൻ്റെ നട്ടൽ എന്ന് പറയുന്നതാണ് ഈ ടെൻസസ്. ഇത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എഴുതാനും നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കും. ഈ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ പേരോ സ്ഥലമോ ഒന്നും പറയേണ്ട, നിങ്ങൾ വാട്സപ്പിൽ എൻ്റെ നമ്പറുണ്ട്, മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഞാൻ അതിന് മറുപടി നൽകും. നിങ്ങൾ എന്ത് സംശയവും ചോദിക്കാം. നിങ്ങൾക്ക് മണ്ടത്തരമാകോ പൊട്ടത്തരമാകോ എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെയും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി പറയും. അപ്പോൾ എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 30 ദിവസത്തെ ക്ലാസ്സാണ്, കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.